ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മുട്ട സ്റ്റ്യൂവിൻ്റെ റെസിപ്പി കാണാം. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കോമ്പിനേഷൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ. മുട്ട സ്റ്റ്യൂ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് പ്രഷർ കുക്കറിലേക്ക് അരിഞ്ഞെടുത്ത് വെച്ച ഒരു ക്യാരറ്റ്, 5-6 ബീൻസ്, 2 ഉരുളക്കിഴങ്ങ്, ഒരു പകുതി സവോള ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം 2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ കഷ്ണങ്ങളൊക്കെ നാളികേര പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് കട്ടി കുറഞ്ഞ നാളികേര പാൽ 2 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ പ്രഷർ ഫുള്ള് പോയി. ഇനി തുറന്നു നോക്കാം. കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റ്യൂ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇനി സ്പൈസസ് ചേർക്കാം. 3 ഏലക്കായ, 4 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, കുറച്ച് കുരുമുളക് ഇത്ര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി കുഞ്ഞാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറ്റി വഴറ്റിയെടുക്കണം. എന്നിട്ട് ഒരു സവോള നീളത്തിൽ അരിഞ്ഞതും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവോള നല്ലപോലെ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇനി 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടി കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല, 2-3 നുള്ള് പെരിഞ്ജീരകം പൊടിച്ചത് ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇനി പുഴുങ്ങി വരഞ്ഞ് വെച്ചിരിക്കുന്ന 5 മുട്ട ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് സമയം ഒന്ന് ചൂടാക്കിയ ശേഷം ഇനി ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് 1 കപ്പ് അളവിൽ 1-ാം പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി മുട്ട സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കും ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആയാലും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിന്ന് ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇനി മുട്ട കൊണ്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ റെസിപ്പി വീഡിയോകൾക്ക് മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുമല്ലോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.